ഹേ ടീം, ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് ബൂട്ട് സ്ട്രാപ്പ് എന്താണെന്നുള്ളതാണ്. ബൂട്ട് സ്ട്രാപ്പ് പല ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ബൂട്ട് സ്ട്രാപ്പ് എന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് getbootstrap.com എന്ന് പറയുന്ന സൈറ്റിലെത്തും. നമ്മുടെ റൈറ്റ് സൈഡിൽ നോക്കി നമുക്ക് അറിയാൻ പറ്റും. ബൂട്ട് സ്ട്രാപ്പ് ഇസ് എ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് CSS ഫ്രെയിംവർക്ക് ഡയറക്റ്റ് റെസ്പോൺസീവ് മൊബൈൽ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് വെബ് ഡെവലപ്മെൻറ്റ്. അപ്പം ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഓപ്പൺ സോഴ്സും ആണ്, ഫ്രീ ആണ്. ഇത് CSS ഫ്രെയിംവർക്കാണ്. CSS ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് CSS നമ്മൾ എഴുതുമല്ലോ. നമ്മളായിട്ട് CSS എഴുതുന്നതിന് പകരം നമ്മൾ എഴുതേണ്ടി വരും. അത് കൂടാതെ ഒരുപാട് കോമൺ ആയിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ എല്ലാ ആപ്ലിക്കേഷനിലും ഒരു ആപ്ലിക്കേഷൻ ടൂൾ ബാറും നാവിഗേഷൻ ബാറും ഡിഫറെൻറ്റ് ടാബുകൾ, ബാനർ, കാർഡ്, പ്രൊഡക്റ്റ് കാർഡ് പോലത്തെ ഡിഫറെൻറ്റ് കാർഡിന് വേണ്ടിയുള്ളത്, അങ്ങനെ ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടി കോമൺ ആയിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ തന്നെ ബിൽഡ് ചെയ്തിട്ട് അതിന് വേണ്ട CSS, അത് ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ കിട്ടാനുള്ള CSSും കാര്യങ്ങളും അവർ ബിൽഡ് ചെയ്തിട്ട് കോമൺ ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു CSS ഫ്രെയിംവർക്കാണ് ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബൂട്ട് സ്ട്രാപ്പിന് നമ്മൾ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ട്വിറ്ററാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. നമുക്കറിയാം ട്വിറ്റർ എന്ന് പറയുന്നത് ട്വിറ്റർ അവരെ സോഷ്യൽ മീഡിയ കമ്പനിയാണ്. അവരെ ഇൻറ്റേർണൽ ആപ്ലിക്കേഷന് വേണ്ടി അവർ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഒരുപാട് CSS കോഡുകളാണ് പിന്നീട് ബൂട്ട് സ്ട്രാപ്പ് എന്നുള്ള രീതിയിൽ വന്നത്. അപ്പം 2011 അവരതിനെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2012 ഇത് ഓപ്പൺ സോഴ്സ് ആയിട്ട് ഗിറ്റ് ഹബിൽ അവർ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയത്. 2012 മുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളതും അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നിങ്ങൾ ബൂട്ട് സ്ട്രാപ്പ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ getbootstrap.com എന്ന് പറയുന്നത് അതാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അപ്പോൾ അതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ ഞാൻ ഇതിൻ്റെ ഡോക്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ അവർ പറയുന്നുണ്ട് ഇതിനെങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുള്ളത്, എങ്ങനെ ക്വിക്കായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ക്രിയേറ്റ് എ ന്യൂ index.html. അതിൽ ഇങ്ങനെ മെറ്റാ നെയിം ഈക്വൽ ടു വ്യൂ പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു ടാഗ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഞാൻ ഈ 2 ടാഗ് കൂടെ ഞാൻ ജസ്റ്റ് നമ്മുടെ HTML ഫയലൊക്കെ ഞാൻ കോപ്പി ചെയ്യാണ്. HTML ഫയൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് തന്നെ ഞാനാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഹെഡ് സെക്ഷനിലുള്ളിൽ കൊണ്ടുവന്നിട്ട് ഞാൻ മെറ്റാ ടാഗ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബൂട്ട്സ്ട്രാപ്പിന് CSS ഫയലും ഉണ്ട്, ജാവാസ്ക്രിപ്റ്റ് ഫയലും ഉണ്ട്. രണ്ടും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ CSS ഫയൽ ഇവിടെ ലിങ്കായിട്ട് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ CSS ഫയൽ ഇവരെ സെർവറിൽ നിന്നാണ് ഈ CSS ഫയൽ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ URL എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ വന്നിട്ട് ഞാൻ ഇതിനെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് CSS ആണ്. ഇതിനവർ മിനിഫൈ ചെയ്തതാണ്. മിനിഫൈ ചെയ്തതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു കുത്തി നിറച്ച പോലത്തെ ഒരു സംഭവം ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എന്നുള്ളത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ മിനിഫൈ ചെയ്യാത്ത കോഡ് കിട്ടും. അത് നമ്മൾ നോർമൽ CSS എഴുതുന്ന പോലെ തന്നെയുള്ള കോഡാണ്. ഓക്കെ, അപ്പം ഇതാണ് ശരിക്കും ഇവരെ CSS ഫയൽ. അപ്പോൾ ഇതിൽ നമ്മൾ ആപ്ലിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്യാനും ഇവരെ കോഡിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മളൊന്നും കസ്റ്റമൈസ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഈ മിനിഫൈ ചെയ്ത ഫയൽ തന്നെയാണ് എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യാൻ നല്ലത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതേപോലെ ലിങ്ക് ഇട്ട് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫയലിനെ, ഈ CSS ഫയലിനെ അല്ലെങ്കിൽ ഇതിൻ്റെ ഫയലിനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട്, ഫയലാണെങ്കിൽ അതിനെ ഇവിടെ ഈ ഒരു ഇതിനെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് Ctrl+S കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇതിന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ പ്രോജക്റ്റിൽ സേവ് ചെയ്തുകൊണ്ട് നോർമൽ CSS ഫയലിനെ ലിങ്ക് കൊടുക്കുന്ന പോലെ ലിങ്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിലും ബൂട്ട്സ്ട്രാപ്പ് വർക്കാവും. ഈ ഒരു അപ്രോച്ചാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രൊഡക്ഷനിൽ പോകുന്ന സമയത്ത്, ആപ്ലിക്കേഷൻ ലൈവ് ആകുന്ന സമയത്ത് എപ്പോഴും ഇതാണ് ബെറ്റർ. കാരണം നമ്മുടെ ആപ്ലിക്കേഷൻ എപ്പോഴും ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഏറ്റവും നല്ലത് ഈ ഒരു അപ്രോച്ചാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലി നമ്മളൊരു CSS ഫയലിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന പോലെ ആ CSS ഫയലിനെ ഡൗൺലോഡ് ചെയ്ത് ഇവിടെ കീപ്പ് ചെയ്യുക. എന്നിട്ട് അതിനെ നമ്മുടെ നോർമൽ bootstrap.css എന്നുള്ള രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. 2 അപ്രോച്ച് ആണെങ്കിലും ഓക്കെയാണ്, യാതൊരു വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഞാൻ ഈ ഒരു അപ്രോച്ചാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൽ CSS ഫയൽ ഇൻക്ലൂഡ് ചെയ്തു. അടുത്തത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഇതിൻ്റെ ജാവാസ്ക്രിപ്റ്റ് ആണ്. ജാവാസ്ക്രിപ്റ്റ് അവർ ഇൻക്ലൂഡ് ചെയ്ത് ബോഡി ക്ലോസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പാണ്. ഞാനും അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്.
ബോഡി ക്ലോസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഈ ഒരു സ്ക്രിപ്റ്റ് ടാഗും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതാണ് ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഇൻ്റഗ്രേഷൻ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന കോഡും കാര്യങ്ങളെല്ലാം ഞാൻ ഒഴിവാക്കുകയാണ്. നമുക്കൊരു സിമ്പിൾ HTML ഫയൽ ഉണ്ട്, അതിൽ നമ്മൾ ബൂട്ട്സ്ട്രാപ്പിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുള്ളിൽ കണ്ടന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇനി ഞാനിതിൽ ബൂട്ട്സ്ട്രാപ്പിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ക്വിക്കായിട്ട് ബൂട്ട്സ്ട്രാപ്പ് കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാനൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാണ്. ബട്ടൺ ക്ലാസ് ഈക്വൽ ടു btn-primary. എന്നിട്ട് ഞാൻ ഇതിനെ ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും, ഈ ഒരു ബട്ടണ് ഈ ഒരു ലുക്ക് ആൻഡ് ഫീലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഒരു കോഡ് പോലും എഴുതിയിട്ടില്ല. ആകെ ഞാൻ കൊടുത്തിട്ടുള്ളത് BTN, ഇതിനൊരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്. BTN പ്രൈമറി എന്ന് പറയുന്ന ഒരു ക്ലാസ്, BTN-ഉം BTN-primary 2 ക്ലാസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇത് കൊടുത്ത സമയം തന്നെ ഈ ബട്ടൺ ശരിക്കും നല്ലൊരു ലുക്ക് ആൻഡ് ഫീലുള്ള ഒരു ബട്ടണായിട്ട് മാറി. ഇനി ഞാൻ വേറെ ബട്ടൺ കൂടെ കൊടുക്കുകയാണ്. BTN warning എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുകയാണ്. ഇവിടെ ഈ ഒരു വാർണിംഗ് ഓറഞ്ച് കളറും വാർണിംഗിന് വേണ്ടിയുള്ള ഒരു പ്രോപ്പർ ഡിസൈൻ ആക്കിയിട്ടാണ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ബട്ടൺ കൊടുക്കുന്ന പോലെ അല്ല ഇതുള്ളത്. ഓക്കെ, അതേപോലെ നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഇതാണ് നമ്മൾ ടെക്സ്റ്റ് ബോക്സ് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന രീതി അല്ലേ. ഇത് ഞാൻ ഒരു ക്ലാസ് അപ്ലൈ ആണ്. ഫോം കൺട്രോൾ എന്ന് പറയുന്ന ഒരു ക്ലാസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ കംപ്ലീറ്റ് ആയിട്ട് മാറി അല്ല. ഇതിൻ്റെ വിടുത്ത് കൂടി, അത് കൂടാതെ ഇതിൻ്റെ ബോട്ടറും കാര്യങ്ങളെല്ലാം വന്നു. ടെക്സ്റ്റിനെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്പേസിങ് എല്ലാം കൊടുത്തു നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു CSS ഫ്രെയിംവർക്ക് എന്ന് വിളിക്കാനുള്ള കാരണം റെഡിമെയ്ഡ് CSS ആണ്. ശരിക്കും റെഡിമെയ്ഡ് CSS ആണ്. അപ്പം ഇതൊന്നും നമ്മൾ ചെയ്താൽ തന്നെ ഇവർ ഈ CSS ഫയൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർമൽ CSS ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്ലാസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ഇവിടെ ക്ലാസ് ഉപയോഗിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. പക്ഷേ ആ CSS നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് CSS ഉണ്ട്, അത് ഒരുപാട് കോഡ് ഉണ്ട്. അത് ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഞാൻ നോക്കുകയാണെങ്കിൽ ഇതിൽ ഞാൻ ഈ ടെക്സ്റ്റ് ബോക്സിന് ഫോം കൺട്രോൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോം കൺട്രോളിലൂടെ CSS ഫയൽ എന്ന് പറയുന്ന ഫയലിനെ ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരുപാട് കോഡും കാണാൻ പറ്റും. ഓക്കെ, ഒരുപാട് കോഡ് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം അവർ എഴുതിയിട്ടുള്ള കോഡുകളാണ്. അപ്പം ഇത് നമ്മളായിട്ട് എഴുതി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രോപ്പർ ഡിസൈൻ ആക്കിക്കൊണ്ട് നമുക്ക് ഒരുപാട് എഫേർട്ട് വേണം. അപ്പോൾ ഇത് റെഡിമെയ്ഡ് CSS നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട ഒരുപാട് കാര്യത്തിന്, എസ്പെഷ്യലി റെസ്പോൺസീവ് ആക്കാൻ, മൊബൈലിൽ ഉപയോഗിക്കേണ്ട ഒരുപാട് കമ്പോണൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ബൂട്ട്സ്ട്രാപ്പിൻ്റെ എന്തൊക്കെയാണ് ഇതിൽ അവൈലബിൾ എന്നുള്ളത് ജസ്റ്റ് നമ്മൾ ക്വിക്കായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇതിൽ ഈ കമ്പോണൻസ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയത് ബട്ടൺസിലാണ്. ബട്ടൺസിൽ നമ്മൾ BTN പ്രൈമറി ഇതെല്ലാം നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അതേപോലെ കാർഡ് രൂപത്തിൽ കൊണ്ടുവരാൻ, ബാഡ്ജ് കൊണ്ടുവരാൻ, അലേർട്ട് കൊണ്ടുവരാൻ ഒരുപാട് കമ്പോണൻസിനുള്ള കോഡ് അവർ തരുന്നുണ്ട്. അത് കൂടാതെ വേറെയും കുറേ കോഡ് അവർ തരുന്നുണ്ട്. അപ്പം ഇതിൽ ഓരോന്നും എന്താണ് ക്ലാസ്, ഞാൻ വന്നിട്ട് BTN പ്രൈമറി എന്ന് കൊടുക്കുമ്പോൾ ഇതിൽ ഏത് ക്ലാസ്സാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? അതറിയണമെന്നുണ്ടെങ്കിലാണ് ഇവരുടെ ഡോക്യുമെൻറ്റേഷൻ നോക്കേണ്ടത്. ഇവരുടെ ഡോക്യുമെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കോമൺ ആയിട്ടുള്ളതാണ് BTN. പിന്നെ ഓരോന്നിൻ്റെ കളറും സെറ്റ് ചെയ്യാൻ വേണ്ടി BTN പ്രൈമറി, അതേപോലെ സെക്കൻഡറി, സക്സസ്, ഡേഞ്ചർ, വാർണിംഗ്, ഇൻഫോ, ലൈറ്റ്, ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. നിങ്ങൾക്കൊരു ബട്ടൺ ഒരു ലിങ്കിൻ്റെ രീതിയിലാക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് എന്ന് പറയുന്നതുണ്ട്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റേഷൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ബൂട്ട്സ്ട്രാപ്പിൽ എന്തൊക്കെ കിട്ടുന്നുണ്ട്, അതെങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഇതാണ് ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഒരു ഇൻട്രൊഡക്ഷന്. നിങ്ങൾ ജസ്റ്റ് എടുക്കുക, ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, കുറച്ചെണ്ണം കമ്പോണൻസിലും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഓരോരോ ഇതിൽ ക്രിറ്റിക്കലായിട്ടുള്ള കുറേ പാർട്ട് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ കവർ ചെയ്യും.